hello, once again welcome back to Home Notes. This is a അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മത്തന്റെ കുരു ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ഒരു ബോട്ടിൽ നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ചരട് അതായത് ചാക്കുന്നൂലൊക്കെ പറയില്ല, ആ ചാക്കുന്നൂല് നന്നായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കണം നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് ചുറ്റിയെടുക്കണം, മുകളിൽ മുതൽ താഴെ വരെ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ അങ്ങനെ ചുറ്റിയെടുത്ത ഒരു ബോട്ടിലാണിത്. ഇനിയിപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ ഈ നൂലുകൾ ഇങ്ങനെ നിൽപ്പുണ്ടാവും, നമ്മൾ അതൊന്ന് നീറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ സ്റ്റൗ കത്തിച്ച് അതിൻ്റെ മുകളിൽ പിടിക്കാം, അല്ലെങ്കിൽ ഇത് മെഴുകുതിരിയുടെ മുകളിൽ പിടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ലാമ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് മത്തൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഫ്ലവർ ഷേപ്പിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് എടുക്കുക. ഞാനിപ്പോൾ ഒരു ക്യാരി ബാഗാണ് എടുത്തിരിക്കുന്നത്. ആ ക്യാരി ബാഗിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ വരച്ചു കൊടുക്കും. ബോട്ടിലെ ക്യാപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കത്രിക യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിതാ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്യാരി ബാഗ് കുറച്ച് കട്ടി വേണം, നോർമൽ പേപ്പർ എടുക്കാൻ പാടില്ല, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എന്താ ഇങ്ങനത്തെ മത്തൻ കുരു ഉപയോഗിച്ച് നമ്മളിത് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഫെവിക്കോൾ കൊണ്ട് ഇങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു റൗണ്ട് ഒട്ടിച്ചു, അതിൻ്റെ മുകളിൽ കൂടെ ഒരു റൗണ്ടും കൂടെ ഒട്ടിച്ചു. നിങ്ങൾക്ക് വലിയ ഫ്ലവർ വേണമെങ്കിൽ വലിയ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക റൗണ്ടിൽ. എന്നിട്ട് എത്ര ലെയർ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒട്ടിക്കുക. ചെറുത് മതിയെങ്കിൽ ചെറിയ കാർഡ്ബോർഡ് എടുത്തിട്ട് ഒട്ടിച്ചാൽ മതി. അതിനുശേഷം നമ്മളത് ഈ റെഡ് കളറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ രണ്ട് കളേഴ്സ്, അതായത് യെല്ലോയും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൂടെ കൊടുക്കുന്നുണ്ട്. അല്ലാത്ത പോർഷനിൽ റെഡ് കളറുമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് അങ്ങനെ ഞാനിവിടെ കുറേ ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കട് പൊട്ടിച്ചെടുക്കാൻ പോകണം. നമ്മൾ പൂവിൻ്റെ ഒക്കെ സെൻറ്ററിൽ കാണത്തില്ല, ചെറിയ ചെറിയ ഒരു ഡാർക്ക് നിറത്തിൽ. അപ്പോൾ ഞാനെന്താ ഈ കടുകാണ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഞാൻ കട് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുക്ക് ഗ്രീൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഫെവിക്കോളിൻ്റെ പുറത്തേക്ക് കാണും, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോയിക്കോളും, കാണത്തില്ല, ട്രാൻസ്പെറൻറ്റ് ആയിക്കോളും. ഇത് നമുക്ക് ലീഫ് ചെയ്യണം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ മത്തൻ്റെ കുരു തന്നെ എടുത്തിരിക്കുന്നത്. ആ മത്തൻ്റെ കുരുവിൽ ഇതാ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് മത്തൻ്റെ കുരു ഞാൻ ലീഫിന് ഗ്രീൻ കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മ് ചെയ്തെടുക്കണം. സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ പിസ്താഷ്യൂവിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ചാക്കുന്നൂലിൽ ചുറ്റി എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലേക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം, അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒട്ടിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ നന്നായിട്ട് ഒട്ടി വരുന്നതേ ഉള്ളൂ. നമ്മൾ സ്റ്റെമ്പും ലീഫും ഫ്ലവറും എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തണ്ണിമത്തൻ്റെ കുരു കൊണ്ട് ചെയ്യാം, അതുപോലെ വെള്ളരിക്കയുടെ കുരു, അങ്ങനെ എന്ത് കുരു നമുക്ക് കിട്ടുന്ന ഒരു ഇതിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുന്ന കുരു വെച്ച് നമുക്ക് ഇതുപോലെയൊക്കെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായി ഡ്രൈ ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ബോട്ടിൽ ആർട്ടൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് എനിക്കിതുപോലെ അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കാൻ. ഇഷ്ടമായി മറക്കാതെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെങ്കിലും ടേക്ക് കെയർ, ബൈ.